ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഫിറോസിനെ നിങ്ങൾക്ക് കുറേയധികം പേർക്കെങ്കിലും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഈ ഒരു ഫിറോസാണ് രേണു സുധിക്കും മക്കൾക്കും താമസിക്കാൻ വേണ്ടി വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീട് വെച്ച് കൊടുത്തതിന് ശേഷം കുറേയധികം ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. രേണു സുധി പല വീഡിയോസിലും പല ഇൻ്റർവ്യൂസിലും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു വീട് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതാണ്, ഇവർ വെച്ച് തന്നതൊന്നും ശരിയായിട്ടില്ല എന്നുള്ള രീതിയിൽ ഇവരെ കമ്പനിയൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള രീതിയിൽ രേണു സുധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ എതിർത്ത് ഈ ഒരു ഫിറോസും വീഡിയോസായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് പോലെ കൊണ്ടുള്ള രീതിയിൽ ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു ഫിറോസ് ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടേക്കുവാണ്. ആ ഒരു വീഡിയോയിൽ ഇപ്പം തൻ്റെ അവസ്ഥയെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ടഫായിട്ടുള്ള ടൈമിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം ആ ഒരു വീട് വെച്ച് കൊടുത്തതിൻ്റെ പേരിലുണ്ടായതുള്ള കാരണങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഫിറോസ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ഫിറോസ് പറയുന്നതെന്ന് കേട്ട് നോക്കൂ. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കും, എന്നാലേ കൂടുതൽ ആൾക്കാരിലേക്ക് ചെല്ലത്തുള്ളൂ. സോ ഇനി ഫിറോസ് എന്താണ് പറഞ്ഞതെന്നുള്ളൊരു കാര്യം ഒന്ന് കേട്ട് നോക്കുക. ജോലിയില്ലാത്തൊരവസ്ഥയിലാണ് കടന്നു പോകുന്നത്. ഞങ്ങൾ ഗ്രൂപ്പ് വഴി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരു വീടിനും ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. അല്ലെങ്കിൽ എന്തിനും പല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാവരും കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പിയാണ്. പക്ഷേ എങ്കിൽ പുതിയ കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ പുതിയ ആൾക്കാരോ ഞങ്ങളെ തേടി വരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ എനിക്ക് സമൂഹ മാധ്യമത്തിലൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു കുടുംബത്തെ സഹായിച്ചോ അല്ലെങ്കിൽ അച്ഛൻ മരിച്ചുപോയ 2 കുട്ടികൾക്ക് വീടുണ്ടാക്കാൻ ഇറങ്ങിയതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന കുറച്ച് ആൾക്കാരാണ് ഞങ്ങളിപ്പോൾ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കേരള ഹോം ഡിസൈൻ KHDC എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. അതുവഴി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ ജോലി കൊടുക്കണം. ആ ഗ്രൂപ്പ് കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ നിങ്ങൾ കൈവടിയരുത്. ദയവുചെയ്ത് ഒരവസരം അവർക്കെല്ലാവർക്കും കൊടുക്കണം. പല ആൾക്കാരും ജോലിയില്ലാതെ വളരെ ബുദ്ധിമുട്ടിലാണ്. ഗ്രൂപ്പും വളരെയധികം റീച്ചൊക്കെ കുറഞ്ഞ വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ഫിറോസ് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റോളം നീണ്ടു നിന്ന ഒരു വീഡിയോ ആയിരുന്നു. ഈ ഒരു വീഡിയോയിൽ ആദ്യം തൊട്ട് രേണു സുധിയായിട്ട് നടന്നിട്ടുള്ള പ്രശ്നങ്ങളും താനും തൻ്റെ ആ ഒരു കമ്പനിയും കൂടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭർത്താവ്, ഒരു അച്ഛനൊക്കെ മരിച്ചുപോയ കുട്ടികളെ ഒരു ഭാര്യയ്ക്കും വേണ്ടി വീട് വെച്ച് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അത് ഞങ്ങൾ മാക്സിമം നല്ല എഫേർട്ടോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ചെയ്തു കൊടുത്തു എന്നുള്ള ഒരൊറ്റ തെറ്റുകൊണ്ട് ഞങ്ങളിപ്പം മൊത്തത്തിൽ പ്രശ്നത്തിലാണ്. മെയിനായിട്ടുള്ളൊരു കാര്യം, ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഇപ്പം പുതിയതായിട്ട് ആരും തന്നെ ഒരു വർക്കിന് വേണ്ടി വിളിക്കുന്നില്ല എന്നതാണ്. നേരത്തെ ഉണ്ടായിരുന്നവരാണ് ഞങ്ങളെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയതായിട്ട് ആരും ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ഒന്നുമില്ല. ഇതുകൊണ്ട് തന്നെ കുറേയധികം പേർക്ക് ജോലി ഇല്ലാതായേക്കുവാണ്. ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമായിട്ടിരിക്കുവാണ്. ഇതിനെല്ലാം മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, രേണു സുധി ഓരോ ഇൻ്റർവ്യൂസിലും ഓരോ വീഡിയോ ആയിട്ട് വന്നിട്ട് ഇത് കണക്ക് വെച്ച് കൊടുത്ത വീടിന് ഓരോ പ്രശ്നങ്ങളുണ്ട്, അത് ഞങ്ങൾ കാരണമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളെ വിശ്വസിച്ച് കുറേയധികം പേരുണ്ട്. അവരെല്ലാം ഇപ്പോൾ പട്ടിണിയിലേക്ക് ആയേക്കുവാണ്. അവർക്ക് ആരെങ്കിലും ജോലി കൊടുത്തേ പറ്റത്തുള്ളൂ, നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫിറോസ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ എന്നാൽ പോലും ഞങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്നവരുടെ അവസ്ഥ കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പ്ലീസ് ആരെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യണം, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇനി അവർക്കും അവരുടെ കുടുംബത്തിനും നല്ല രീതിയിൽ പട്ടിണി ഇല്ലാതെ പോകാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ചെയ്ത ആകെ തെറ്റെന്ന് പറയുന്നത് ഇതുപോലെ രേണു സുധിയെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ കുറേയധികം പേര് പറയുന്നുണ്ട് ഞാൻ രേണു സുധിക്കെതിരെയൊക്കെ സംസാരിച്ചു എന്നുള്ളൊരു കാര്യം. അതൊക്കെ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം രേണുവിന് ആ ഒരു വീട്ടിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് കുറ്റം പറഞ്ഞ സമയത്താണ് ഞങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഒരിക്കലും രേണുവിനെയൊക്കെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യണമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഈ ഒരു കാര്യം ഇപ്പം ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് കുറേയധികം പേര് കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു വീഡിയോയിൽ ഇതൊന്നും പറയേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ഞങ്ങളെ വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വന്ന് പറയുന്നതെന്നുള്ളൊരു കാര്യമാണ് ഫിറോസ് ഇപ്പം പറയുന്നത്. സോ ഈ ഒരു വീഡിയോയിലൂടെ പുള്ളി പറയുന്നൊരു കാര്യം,
ആർക്കെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം. കാരണം ഇവരുടെ സിറ്റുവേഷൻസ് അത്രയും ബുദ്ധിമുട്ടി നിൽക്കുവാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ഫിറോസ് ഇതിലൂടെ പറയുന്നത്. എന്തായാലും നിങ്ങളെക്കൊണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളെ അറിയാവുന്നവരാർക്കെങ്കിലും ഇത് കണക്ക് ബിൽഡിങ്ങൊക്കെ വെക്കുന്നതിന് വീടൊക്കെ വെക്കുന്നതിൻ്റെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ ഒരു ഫിറോസിൻ്റെ ഇവരെ കമ്പനിയൊക്കെ വളരെ ഫേമസ് ആണ്. അപ്പോൾ അവരെ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ പറയുക. ഇവരെ കാരണം കുറേയധികം പേർക്കെങ്കിലും ജോലി നഷ്ടപ്പെട്ടവർക്ക് കിട്ടിയെങ്കിലും ചെയ്യുക. അവരെ കുടുംബം നല്ല രീതിയിൽ ജീവിക്കാൻ നിങ്ങളും ഒരു കാരണം ആവുമെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. ഓക്കെ, ബൈ.